എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അച്ചമ്മയുടെ കൂടെ ചെല്ലുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ ചെല്ലുന്നില്ല എന്ന് പറയുമല്ലോ. അതിൻ്റെ ദേഷ്യം കൊണ്ട് തീർത്തിട്ടാണ് സുജാതമായി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന പോക്കിൽ കാവേരിയോട് പറയുന്നുണ്ട്, നീ നോക്കിക്കോ, എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് നീ പൊട്ടിക്കരയുന്ന ദിവസം ഉണ്ടാകും. അത് ഞാൻ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നത്. അതങ്ങനെ സംഭവിച്ചിരിക്കും. ഞാൻ പറഞ്ഞതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഇതും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നോക്കി ഒന്നുകൂടി ഒന്ന് ദേഷ്യപ്പെട്ട് പേടിപ്പിച്ച് അങ്ങ് ഇറങ്ങി പോവാണ്. അന്നേരം ആകെ സങ്കടമാകുന്നുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ശാരദ വന്ന് കാവേരിയോട് പറയുന്നുണ്ട്, വേണ്ടായിരുന്നു മോളേന്ന്. അന്നേരം കാവേരി പറയും, ഇല്ലമ്മേ, ഇത് ഞാൻ ചോദിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് പോലും പൊറുക്കില്ല എന്ന് പറഞ്ഞിട്ട് കാവേരിയും അകത്തോട്ട് പോകുന്നു. ഈ സമയം എല്ലാം ഭയങ്കര സങ്കടത്തോടെ വിഷമിച്ച് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗംഗയെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ വിനീത്. പെട്ടെന്ന് ഗംഗ മുഖത്തേക്ക് നോക്കുമ്പം വിനീത് നോട്ടം അങ്ങ് മാറ്റുവാണ്. ഈ സമയം അകത്ത് പനിച്ച് കിടക്കുമായിരുന്നല്ലോ നിളമോള്. അവളുടെ പനി ഒന്ന് ചെറുതായിട്ട് വിട്ടു. ചുക്ക് കാപ്പിയൊക്കെ കഴിച്ചുകൊണ്ടാവും. അവൾ കണ്ണ് തുറന്ന് കഴിയുമ്പോൾ മോള് എഴുന്നേറ്റ്, ഇങ്ങനെ കിടന്നാൽ ശരിയാകില്ല, നമുക്ക് പുറത്തേക്ക് ഒന്ന് പോകാം, പുറത്ത് പോയി ഇച്ചിരി നല്ല കാറ്റൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞ് യമുന നിളയെ പയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ട് പോരുവാണ്. ഈ സമയം ആകെ സങ്കടപ്പെട്ട് എല്ലാവരും ഇരിക്കുവാണ്. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഓരോരുത്തർ ഓരോ സൈഡിലേക്കിട്ട് ഇരിക്കുവാണ്. അന്നേരമാണ് നിളമോളെ കൊണ്ട് അങ്ങോട്ട് യമുന വരുന്നത്. അന്നേരം മോൾ ആകെ ക്ഷീണിച്ച് അവശയായിട്ടിരിക്കുമല്ലേ. അതുകൊണ്ട് വിനീത് ചോദിക്കും, ഇതെന്ത് പോയല്ലോ, മോൾ ആകെ ക്ഷീണിച്ചു പോയല്ലോ, നിങ്ങളാരും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, ഞങ്ങൾക്ക് വിശക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വിനീത് പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തേണ്ടി വരും. അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ, ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പം കാവേരി പറയും, വേണ്ട വിനീതേട്ടാ, ഞങ്ങളിവിടെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുക. അന്നേരം ഗംഗ പറയും, ഞാൻ പോയി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഗംഗ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവുകയാണ്. അടുക്കളയിൽ പോയി ദോശ ഉണ്ടാക്കുക കേട്ടോ ഗംഗ ആ സമയത്ത് ഓർക്കുന്നുണ്ട്, അരവിന്ദൻ വിനീതിനോട് ഇതിനു മുമ്പ് സംസാരിച്ച ആ സംഭവങ്ങളൊക്കെ ഓർക്കുവാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണല്ലോ അരവിന്ദൻ ഈ കുടുംബത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അരവിന്ദൻ വിനീതിനോട് പറഞ്ഞായിരുന്നു, എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സുഖവും ഒക്കെ എൻ്റെ മക്കളും ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഗൾഫിൽ കഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ ചൂടെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓടി ഫാനിൻ്റെ അടിയിലോട്ട് പോകാം. അവിടെ ചൂടെടുത്താലും തലകറങ്ങി വീഴുന്ന അവസ്ഥ, ചൂടെടുത്ത് വന്നാലും നമുക്ക് ഒരു തരി തണൽ പോലും കാണില്ല. അവിടെ നിന്ന് പണിയെടുത്തേ പറ്റുള്ളൂ, അത് കുടുംബത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഗംഗയുടെ കണ്ണ് നിറഞ്ഞു വരുവാണ്. ഇത് കണ്ടുകൊണ്ടാണ് വിനീത് അടുക്കളയിലേക്ക് കയറി വരുന്നത്. അന്നേരം വിനീത് ഗംഗയുടെ വിഷമം കാണുമ്പം പറയും, ഗംഗ വിഷമിക്കണ്ട, അമ്മാവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ വിവാഹം നടക്കും. ജയഭാരനങ്ങളാണല്ലോ ഈ വിവാഹാലോചന ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഞാൻ പോയി അങ്കിളിനോട് സംസാരിക്കാം എന്ന് പറയുമ്പം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഗംഗ ആകെ വിഷമിച്ച് തന്നെ നിൽക്കുക. അന്നേരമാണ് ദോശ കരിഞ്ഞു തുടങ്ങിയത് കാണുന്നത്. ദോശ കരിഞ്ഞു എന്ന് പറഞ്ഞ് അത് എടുക്കാനായിട്ട് വിനീത് തുടങ്ങുമ്പോൾ, വേണ്ട വിനീതേട്ടാ, ഒന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അതങ്ങ് മാറ്റി വയ്ക്കുവാണ്. ആകെ വിഷമമാവുന്നുണ്ട് രണ്ടുപേർക്കും, പരസ്പരം ഒന്നും പറയാനും പറ്റുന്നില്ല. ഏതായാലും എല്ലാവർക്കും ഉള്ള ദോശയൊക്കെ ഉണ്ടാക്കി വിനീതും ഗംഗയും തന്നെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് എല്ലാവരോടും നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ പറയുവാണ്. കാവേരി നിളമോൾക്ക് കൊടുക്കുമ്പം എനിക്ക് വേണ്ട എന്നാണ് നിളമോൾ പറയുന്നത്. അന്നേരം കാവേരി പറയുന്നുണ്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ അച്ഛൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്, നമുക്ക് കാണാൻ സാധിക്കില്ലെന്നേ ഉള്ളൂ, നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അച്ഛന് വിഷമാവും, അതുകൊണ്ട് കഴിക്കണം എന്ന് പറയുമ്പം യമുന പറയുന്നുണ്ട്, അച്ഛൻ കൂടിയില്ലെങ്കിൽ പോലും അച്ഛനെ നമുക്ക് ഇടയ്ക്ക് ഫോൺ വിളിക്കാമായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും സാധിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം കാവേരി പറയുന്നുണ്ട്, അച്ഛനെ ഫോൺ വിളിച്ചാൽ കിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ് എന്ന് മാത്രം കരുതിയാൽ മതി, പക്ഷേ അച്ഛന് നമ്മളെ കാണാനും സാധിക്കും, അങ്ങനെ ചിന്തിക്കണമെന്നൊക്കെ പറയുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചും കെട്ടിപ്പിടിച്ചും ഒക്കെ അവർ ഓരോ വായെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാവേരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുവാണ്. അന്നേരം അരവിന്ദൻ അടുത്തോട്ട് വരുന്നതായിട്ട് തോന്നും കേട്ടോ. മോളെ നീ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഓടി വന്നേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കാണിക്കുന്നു. ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് കാവേരി. ഞാൻ പേടിച്ചു പോയി, അച്ഛൻ എന്നെ ഇട്ടിട്ട് പോയെന്നാണ് ഞാൻ ഓർത്തത് എന്ന് പറയുമ്പം അരവിന്ദൻ പറയുക, മോൾ എന്തിനാ പേടിക്കുന്നേ, മോള് നേരത്തെ നിളയോട് പറഞ്ഞില്ലേ അച്ഛൻ ഇവിടെ തന്നെയുണ്ട്, നമുക്ക് കാണാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. എനിക്ക് നിങ്ങളെ ഒക്കെ കാണാം, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, നിങ്ങളോടൊപ്പം ഞാൻ എന്നും കാണും. ഇനി ഈ കുടുംബത്തെ നയിക്കേണ്ടത് നീയാണ്, അച്ഛമ്മയും അമ്മയും നിൻ്റെ സഹോദരങ്ങളെയും എല്ലാം നീയാണ് ഇനി അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കേണ്ടത് എന്ന് പറയുമ്പം, ഞാൻ എങ്ങനെയാ അച്ഛാ അതൊക്കെ ചെയ്യുന്നത്, എവിടെ തുടങ്ങണം എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പം അരവിന്ദൻ പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, മോള് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം, ഏതവസ്ഥയിലും മോളുടെ കൂടെ അച്ഛനുണ്ടാകും, അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിക്കുവാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞെങ്കിൽ ചാടി എഴുന്നേക്കും കേട്ടോ കാവേരി ഉറക്കത്തിലാണ് ഇത്രയും കാര്യങ്ങൾ കണ്ടത്. അച്ഛൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന ഉറക്കത്തിലൂടെയെങ്കിലും കാവേരിയെ തോന്നിപ്പിക്കുന്നതാവാം. ഏതായാലും കാവേരി ഉറക്കം നഷ്ടപ്പെട്ട് പുറത്തേക്ക് വന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
പിന്നീട് നമ്മുടെ വിനീത് ജയപാലനോട് ഈ വിവാഹത്തിൻ്റെ കാര്യം സംസാരിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ജയപാലൻ പറയുവാണ്, എന്നോട് അന്വേഷിക്കാതെ, എന്നോടൊരു അഭിപ്രായം ചോദിക്കാതെ ഈ വിവാഹം വേണ്ട എന്ന് ജയൻ വെക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അരവിന്ദനെ പോലെ തന്നെ എൻ്റെ നല്ലൊരു കൂട്ടുകാരനാണ് ജയൻ. അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ടാണ് എന്നിങ്ങനെ പറയുമ്പം അങ്കിളിനൊന്ന് സംസാരിക്കാൻ മേലെ എന്ന് ചോദിക്കുവാണ് വിനീത്. അന്നേരം ജയപാലൻ പറയുന്നുണ്ട്, അതെ, നീ ഒരു കാര്യം ആലോചിക്കണം. വീട്ടിലേക്ക് ഒരു LED TV വാങ്ങിക്കോട്ടെ, അതിൻ്റെ ബ്രാൻഡ് ഏതാ നല്ലത് എന്ന് ചോദിക്കുന്ന പോലെയല്ല ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കയറ്റിക്കൊണ്ട് വരുന്നത്. അത് സ്ഥിരമായിട്ട് ആ കുടുംബത്തിൽ നിൽക്കേണ്ടതല്ലേ, അപ്പോൾ അതിൻ്റേതായ രീതികൾ വേണ്ടേന്ന് ചോദിക്കുമ്പം അതെന്താ അങ്ങളെ അങ്ങനെ പറഞ്ഞത്? ഗംഗ അങ്ങനെ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയല്ല എന്നാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം ഗംഗയുടെ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല എന്ന് പറയും. എന്നിട്ട് ജയപാലൻ പറയുവാണ്, ആ കുടുംബത്തിൽ ആകെ 6 പെണ്ണുങ്ങളാണ് ഉള്ളത്. നിനക്ക് ആ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, ഏത് പാതിരാത്രിയിൽ വേണമെങ്കിലും കയറി ചെല്ലാം, ആ പെൺകുട്ടികളുടെ റൂമിൽ കയറി ഇറങ്ങാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അമ്മായിയുടെ മോൻ എന്നൊരു ലേബിൾ നിനക്കുണ്ടല്ലോ, പക്ഷേ അതുകൊണ്ട് വേലി തന്നെ വിളവ് തിന്നുന്നുണ്ടോ എന്ന് ചിലർക്ക് സംശയം എന്ന് പറയുക. അന്നേരം അങ്കിൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പം നിൻ്റെ കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. നീ ആ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആ ഗംഗയുടെ ഫോട്ടോ നിൻ്റെ തൽക്കടയിൽ വരച്ചു വെച്ച് അത് നോക്കിയിരുന്നല്ലേ നീ തയ്ക്കുന്നത്, അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാൻ ആരും ആഗ്രഹിക്കില്ല, ഈ ഞാൻ പോലും ചിലപ്പോൾ ആഗ്രഹിക്കില്ല എന്നൊക്കെ പറയുവാണ്. അത് കേൾക്കുമ്പം ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ വിനീതിന്. ഇതെന്താ അങ്കിളെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്, നിനക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ മോനങ്ങ് പൊയ്ക്കോ എന്ന് പറയും. അപ്പോഴത്തേക്കും ജയപാലൻ്റെ വൈഫ് ചായയൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കും മോനെ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് വിനീത് ഇങ്ങനെ ഇറങ്ങി പോരുവാണ്. വിനീത് ഇറങ്ങി വന്ന് ബൈക്കിൽ കയറുമ്പോഴേക്കും ജയപാലൻ പുറകെ വരും. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ആ വീട്ടിലെ മൂത്ത കുട്ടിയെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിച്ച് നിൻ്റെ തലേന്ന് ഒഴിവാക്കാനാണ് നീ ശ്രമിക്കുന്നത് എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നീ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചതാണ് അത്. ആ സ്ഥിതിയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ആ വീട്ടിലെ ആരുടെയെങ്കിലും വിവാഹം നടക്കണമെങ്കിൽ നീ ആ വഴിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. നീ പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ ഇനി ഇങ്ങോട്ട് ഇതും പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല കേട്ടോ, മോൻ ചെന്നാട്ടെ എന്ന് പറഞ്ഞ് ശരിക്കും അപമാനിച്ച് വിടുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടുവാണ് വിനീതിനെ. വിനീത് അവിടെ നിന്ന് പോരുന്നുണ്ട്. പക്ഷേ വിനീതിന് കാര്യം മനസ്സിലായി, ഇങ്ങനെ അത്ര സ്ട്രെയിറ്റ് അല്ല എന്ന്. ബൈക്കിൽ പോരുമ്പോഴും 2-3 തവണ തിരിഞ്ഞു നോക്കിയാണ് വിനീത് ഇറങ്ങി പോരുന്നത്. വിനീത് ഇറങ്ങി പോന്നു കഴിയുമ്പോഴേക്കും ജയപാലൻ്റെ വൈഫ് വന്നിട്ട് ചോദിക്കും, ആ കുട്ടി എന്താ ഇവിടുന്ന് പിണങ്ങിയാണോ പോയത് എന്ന്. അന്നേരം ജയപാലൻ പറയും, അവൻ പിണങ്ങി പോയാലും കുഴപ്പമൊന്നുമില്ല, അവനിവിടെ ഡ്രാമ ഇറക്കാൻ വന്നതാ എന്ന്. അന്നേരം എന്ത് ഡ്രാമ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നീ അകത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് പോകും. എന്നിട്ട് നീ ചായ എടുത്ത് കുടിക്കുക, ഇനിയിപ്പോൾ ചായ കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അവന് അരവിന്ദ് ജീവിച്ചിരിക്കുമ്പം ഗംഗയെ വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നടന്നതാണ്. ഇപ്പോൾ അവളെ വേണ്ട, കാരണം അന്ന് പറഞ്ഞിരുന്ന പണമൊന്നും ഇനി കിട്ടത്തില്ലല്ലോ അരവിന്ദ് മരിച്ചതുകൊണ്ട്. അതുകൊണ്ട് അവന് വേറെ ഏതെങ്കിലും പെണ്ണിനെ മതി. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ സാധിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് അഭ്യാസം ഇറക്കാൻ നോക്കുന്നു, നമുക്കിതൊക്കെ മനസ്സിലാകിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ അരവിന്ദേട്ടൻ എന്ത് കാര്യമായിട്ട് സ്വന്തം മോനെ പോലെ കൊണ്ടു നടന്നതല്ലേ, അവൻ ഇങ്ങനെ ചതിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനത്തെ സ്വഭാവം അവൻ്റേത്, അത് നിനക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വന്നാൽ കയറ്റൊന്നും വേണ്ട, ഇവിടെ ഒരു പെങ്കൊച്ചുള്ള അത് നീ മറക്കണ്ടെന്ന് പറയുമ്പോൾ, ഇല്ല അത് ഞാൻ നോക്കിക്കോളാം എന്ന് വൈഫ് പറയുന്നുണ്ട്. എന്നിട്ട് ചായയും കുടിച്ച് ഒരു ക്രുക്കഡായിട്ടുള്ള നോട്ടം നോക്കി അയാൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പറയുവാണ്, ഹൗസിംഗ് ലോൺ എടുത്താണ് ഈ വീട് പണിതത്, 8 മാസമായിട്ട് EMI അടച്ചിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് ജപ്തി ചെയ്യുമെന്ന് പറയുന്നു. അവർ വന്നു കഴിഞ്ഞാൽ കേട്ടോ അരവിന്ദ് മരിച്ചിട്ട് 2 ദിവസം ആയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അവരറിയുന്നത്. അപ്പോഴാണ് EMI 8 മാസമായിട്ട് മുടങ്ങിക്കിടക്കുവാണ് എന്നുള്ള കാര്യം വീട്ടുകാരും അറിയുന്നത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം അവർ ജയപാലിനെ വിളിക്കുന്നുണ്ട്. അന്നേരം ജയപാൽ പറയുവാണ്, എനിക്കൊന്നും കേൾക്കാൻ മേല, ഞാനൊരു അമ്പലത്തിൽ നിൽക്കുവാണ്, ഞാൻ അവിടെ വന്നിട്ട് ബാങ്കിൽ പോയി നേരിട്ട് അന്വേഷിച്ചോളാം, മോളിപ്പോൾ വെക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ വെപ്പിക്കുക. ഈ സമയം ജയപാലൻ അമ്പലത്തിലൊന്നുമല്ല, വീട്ടിൽ തന്നെയാണ്. എന്നിട്ട് അടുത്ത കള്ളത്തരം എങ്ങനെ മെനയാം എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ജയപാലിനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.